സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. മഴ 2-3 ദിവസം കൂടി അങ്ങനെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് രൂക്ഷമായ മേഖലകളിൽ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇന്നലെ രാത്രിയും നിരന്തരമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ജിബിൻ, അതുകൊണ്ടാണ്. അതിതീവ്ര മഴ തന്നെയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഈ ഒരു കനത്ത മഴ 23-ാം തീയതി വരെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടും, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തന്നെയായിരുന്നു. അത് ഇന്നലെ ഉച്ചയോടുകൂടി അത്തരത്തിലുള്ള ഒരു അതിതീവ്ര മഴ തന്നെയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചിരുന്നതും. അതിലാണ് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രധാനമായി അട്ടക്കുളങ്ങര, ചാക്ക, ചാല എന്നീ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടതും ഈ ഒരു കനത്ത മഴയെ തുടർന്നാണ്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള ഒരു വലിയ മഴ, അതായത് ഇടവിടാതെയുള്ള ഒരു കനത്ത മഴ ഇന്നലെ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും അത്തരത്തിലുള്ള ഒരു കനത്ത മഴ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷം ശാന്തമാണ്. പക്ഷേ എന്നാലും വലിയ രീതിയിലുള്ള മേഘങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ പോലും പല ഭാഗങ്ങളിൽ ഇപ്പോൾ മഴയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ വലിയ മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ രൂപപ്പെട്ടിരുന്ന വെള്ളക്കെട്ടുകളൊക്കെ തന്നെ ചെറിയ രീതിയിൽ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ അട്ടക്കുളങ്ങര മേഖലയിലൊക്കെ തന്നെ ഈ ചെറിയ തോടുകളൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളം കയറി കിടന്ന അട്ടക്കുളങ്ങര, ചാക്ക എന്നീ മേഖലകളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ വെള്ളം പോയി തുടങ്ങിയിട്ടുണ്ട്. ശരി ജിബിൻ.